അതെ, ഗോവയിൽ നിന്നും കേരളത്തിലെത്തിയ പോർക്ക് വിന്താലുവാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പം, ബ്രെഡ്, സണ്ണാസ് ഇവയുടെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. കേരള സ്റ്റൈലിലാണ് ഇന്ന് പോർക്ക് വിന്താലു ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ പന്നിയിറച്ചി എടുത്തിട്ടുണ്ട്. നല്ല നെയ്യുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഈ പന്നിയിറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി 8-10 എരിവുള്ള വറ്റൽമുളക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയിൽ അരമണിക്കൂറായി സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഈ മിക്സിയുടെ ബൗളിലേക്ക് ചേർക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ 1 ഇഞ്ച് ചതുരത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണവും 1 ടീസ്പൂൺ റോസ്റ്റഡ് ആയിട്ടുള്ള കടുക് പരിപ്പും ഉലുവായും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് വിനീഗറും 3 ചുള വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പെപ്പർകോണും 1 ചെറിയ കഷ്ണം പട്ടയും കൂടി മിക്സിയിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരപ്പ് ഈ പന്നിയുടെ കഷ്ണങ്ങളിൽ 1 സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് പിടിപ്പിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ വെച്ച് ഇത് മിക്സ് ചെയ്യരുത്, കാരണം കൈ നന്നായിട്ട് പുകയും. സ്പൂൺ വെച്ച് മാത്രമേ യോജിപ്പിക്കാവുള്ളൂ. ഇനി അത് നന്നായിട്ട് കവർ ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. 8 മണിക്കൂറിന് ശേഷം വിന്താലു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വലിയ സവോള നീളത്തിലരിയുക, 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചി നീളത്തിലരിയുക, അതുപോലെ തന്നെ 1 കുടം വെളുത്തുള്ളിയും, അതുപോലെ തന്നെ 2 വലിയ തക്കാളിയും നീളത്തിലരിഞ്ഞ് വയ്ക്കുക. ഇനി സ്റ്റൗവിൽ അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ചൂടായി വരുമ്പോൾ സവോള ചേർത്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുന്നതിനിടയിൽ 5-6 ഗ്രാമ്പൂവും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. ഇനി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇത് 2.5 കപ്പ് ഉണ്ട്. ഇനി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിരുന്നില്ല. മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി വീണ്ടും വേകുന്നത് വരെ മീഡിയം തീയിൽ വേവിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. 90% റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കോക്കനട്ട് ഷുഗർ അല്ലെങ്കിൽ ജാഗിരി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റോടെ നമ്മൾ വഴറ്റിയെടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.